ഗൈസ്, ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്തൊരു ഹാപ്പിയാണെന്ന് പറയാം. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി. അങ്ങനെ ഇന്ത്യ 5 വിക്കറ്റിനാണ് ജയിച്ചിരിക്കുന്നത്. ഇന്ത്യ എൻ്റെ ആദ്യത്തെ റിവ്യൂ ആണ് കേട്ടോ. ക്രിക്കറ്റ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എടാ സഞ്ജുവിനെ ട്രോൾ ചെയ്തവർക്കും അടിച്ച് അണ്ണാക്കി കൊടുക്കാനിരുന്നവന്മാർക്കും എല്ലാം ഇതാണ് ഇന്നത്തെ അവസ്ഥ. നിന്റെയൊക്കെ അവസ്ഥ ഇതായിരിക്കും 100%. എടാ മലയാളികൾ എന്ന് പറഞ്ഞാൽ എന്താന്നാ നീയൊക്കെ വിചാരിച്ചത്? കുറെ എണ്ണം അങ്ങ് വാരി ട്രോളുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സഞ്ജു ആദ്യത്തെ മാച്ചിലെല്ലാം കണ്ട് 8 ബോളെ കണ്ട് 22 റൺസ് കണ്ട് എടുക്കുകയും ചെയ്തപ്പം അതൊരു വിഷയമായി. വലിയ കളിയൊന്നും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിഞ്ഞ കളി സിംബാബ്വെ ആയിട്ടുള്ള കളിയിലാണെങ്കിൽ പോലും ട്രോളാൻ ആൾക്കാർ ഇതായിരുന്നു. എടീ 8 ബോളിലും 15 ബോളിലേക്ക് 20-23 റൺ എടുക്കുന്ന നിസ്സാര കാര്യമല്ല. അത് 20-20 ആണ്. അതും കൂടെ മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധ്യപ്പെടുത്ത ആൾക്കാർക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. നിങ്ങളൊക്കെ ഈ ടെന്നീസ് ബോളും ഒക്കെ അവിടെ ഇവിടെ കൊച്ചു പിള്ളേരോടെ കളിച്ച് പോലത്തെ രീതികളല്ല. അതൊന്നും ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ഇന്നത്തെ കളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ പൊന്നും, ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ. വല്ലാത്ത അനുഭവം തന്നെയാണ്. പിന്നെ അഭിഷേക് ശർമ്മയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിലെ പൊട്ടാസ് പോലെ പൊട്ടിയെങ്കിൽ പൊട്ടി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പുള്ളി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ റിങ്കുവിൻ്റെ പപ്പയ്ക്കൊരു വയ്യാഴി വന്ന സമയത്തായിരുന്നു റിങ്കു അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴും റിങ്കുവിൻ്റെ ഹെൽത്ത് അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു. അങ്ങനെയാണ് സഞ്ജു പിന്നെയും ടീമിൽ ഇടം നേടിയത്. പിന്നെ അറിയാമല്ലോ, ഇന്ത്യ ഒരു കളി തോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ളത്. ആ സമയത്ത് എൻ്റെ പൊന്നോ എല്ലാവരും സഞ്ജു വേണം. അത് മലയാളികളാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? രവിചന്ദ്രൻ അശ്വിൻ. അത്യാവശ്യം അദ്ദേഹം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ ചേട്ടൻ വന്നില്ലേന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനങ്ങ് ലൈവ് ഇട്ടങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനന്ത് ചേട്ടന് പുള്ളിക്കാരുടെ ഒരു വീഡിയോ ഉണ്ട്. ഇപ്പം ഞാനത് വെച്ച് തരാം. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. In that regard. He comes big. Samson wants to finish it off. Into the 90s with a mighty six. And India ഈ മുതലിനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. സാധാരണ യൂട്യൂബിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുള്ളി വേറെ ലെവലായിരിക്കും. ആര് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടോ അവൻ്റെ 16 കണ്ടിട്ടേ പുള്ളി അടങ്ങത്തുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ഇനിച്ച് നോക്കുമ്പോൾ ഒരുത്തം കിടന്ന് എന്തോ തുള്ളു അങ്ങ് മറിയാണ്. എനിക്ക് കരയുന്നുണ്ട്. അത് കാണിച്ചത് ലൈഫ് ഓഫ് എന്തോ കരയുന്ന കാണണമെങ്കിൽ ഇപ്പൊ കണ്ടോ. What a shot to get into the 90s and to go within touching distance of a historic victory. India leading that. Sanju Samson, what a shot. 80 meters, he made that look easy. പുള്ളിയുടെ ഇരിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? കരയുവാ. ഓക്കെ, ക്ലിക്ക്. എൻ്റെ പൊന്നെ ക്ലിക്ക് ആവുന്നില്ലല്ലോ. എൻ്റെ ഈ യൂട്യൂബിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു ആനന്ദ് കരയെന്ന് കാണിക്കാൻ. മാച്ചിന്റെ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല വലുതായിട്ട്. ഓക്കെ, മാച്ചിന്റെ കാണിക്കുന്നില്ല. അത് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റോ കാര്യങ്ങളൊക്കെ വരും. എന്തോ എത്ര നാളത്തെ കാത്തിരിപ്പോ ഈ ഒരു മൊമെന്റ്. എന്റെ കൈ നോക്കി കൈ കണ്ടോ? അയ്യോ ഇല്ല, നിവിൻ പോളിയില്ല ഹോളന്റെ തട്ട വിട്ടെന്റെ സാറേ ചുറ്റുമൊന്നും കാണാൻ പറ്റില്ല. അതുപോലുണ്ട് ഇങ്ങേരെ കൊണ്ട്. അയ്യോ എൻ്റെ പൊന്നോ, ഞാൻ സത്യം പറയാമല്ലോ ഇതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എന്നാ പിന്നെ അങ്ങ് ചെയ്ത് കളഞ്ഞേക്കാന്ന് കരുതി. ഇങ്ങേരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ. പിന്നെ രവിചന്ദ്രൻ അശ്വിൻ അദ്ദേഹം പറയുന്നൊരു വീഡിയോ വെച്ചുതരാം. പിന്നെ ഔമാറ സമ്മി ഉണ്ടല്ലോ, പുള്ളി പക്കയാണ് കോച്ചിങ്ങിൻ്റെ, വേറെ ലെവലാണ്. 2 വട്ടം കപ്പെടുത്ത് കൊടുത്തതാണ് ആ ഒരു വ്യക്തി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവന്മാരെ. പിന്നെ വെസ്റ്റ് ഇൻഡീസുകാർക്ക് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പുരാൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ അവൻ കളിക്കത്തില്ലെന്ന് പറയുകയും ചെയ്തതാണ്. അവൻ ഈ പറയുന്ന IPL പോലുള്ള കളികളും കാര്യങ്ങളൊക്കെ, കാരണം അത് നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവർക്ക് അങ്ങനെ സ്പോൺസേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ അവന്മാർക്ക് നല്ല രീതിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഇന്ന് ഈ വേൾഡ് ക്രിക്കറ്റിൽ തന്നെ പേടിക്കേണ്ട ഒരു ടീം വെസ്റ്റ് ഇൻഡീസ് തന്നെയാണ്. ഭയങ്കരമാണ് അവന്മാർ. ഓക്കെ, എന്നാലും നമുക്ക് നമ്മുടെ എന്താ പറയണ്ടേ, ഈ അശ്വിൻ ഭയങ്കര സപ്പോർട്ടാണ് ആർക്ക്? സഞ്ജുവിന്. നേരത്തെ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. സഞ്ജു സാംസണോட വെരി ഇംപ്രസീവ് സ്റ്റാർട്ട്. நமீபியாவோட ஆடி ஒரு அவுட் ஆனாரு. பட் இந்த தடவை he looked I think slightly in better touch. அதாவது நான் கூட ஒரு ட்வீட் போட்டிருந்தேன், சஞ்சு சாம்சன் is looking in pristine formனு. உடனே 24 ஒரு pristine ஃபார்மா? அதுக்காக 240 ரன் அடிச்சா ஓகே உங்களுக்கு? அவ்வளவு போதுமா உங்களுக்கு?
Yeah, 2020 24 runs of 15 balls and you have got your team off to a rollicking start. உனக்கு அந்த ஸ்டார்ட் கிடைச்சிச்சு. 1.5 ஓவருக்கு மேல ஆடல ஓப்பனிங் பேர் ஒருத்த வந்து ஆடி இருக்கான். சரி, அது அப்ரிஷியேட். அதாவது ரெண்டாவது என்னன்னா குத்தம், அதாவது நொட்ட நொல்ல சொல்ல எல்லாம் கிளம்பி வந்துடுறாங்க. ஒருத்தரை பாராட்டி இப்போ ஒருத்தர் ட்வீட் போட்டிருக்காரு, இந்த பேட்டிங் ஃபார்மை பார்த்து யாரும் ஏமாந்துடாதீங்க, ஜிம்பாப்வே டாக்டிக்கல் பிளண்டர்ஸ் நிறைய பண்ணிருக்காங்க, அடுத்த மேட்ச். Cricket is a game of confidence, guys. நம்ம டீம் தான், they've taken a beating. യോசிച്ചു பாருங்க, they've taken. ഇവിടെ സിംബാബ്വെ കുറെ ഒരു കൊച്ചു ടീമാന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു വ്യക്തികളാണ് അവന്മാർ. അതും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് സിംബാബ്വെ എന്ന് പറയുന്ന ടീംസിനെ കുറിച്ച്. അതെനിക്ക് ആ സൂപ്പർ 8 മുമ്പുള്ള മാച്ച് കണ്ടപ്പോൾ അത് മനസ്സിലായതാണ് അവന്മാർ എന്താണ്. ഇനി ഒരു വീഡിയോ കൂടെ ഞാനൊന്ന് വെച്ചുതരാം. ഇന്ന് ലൈവാണ്, ഇന്നത്തെ അശ്വിന്റെ ലൈവ് എന്ന് ചേട്ടൻ വന്നല്ലേ, status വന്നല്ലേ. Okay. Once again, welcome back to Champions Watch, brought to you today by ചേട്ടൻ സഞ്ജു സാംസൺ. Personally அவரே எக்கச்சக்க பேர் சோசியல் மீடியால கச்சா முச்சா பேசுறாங்க. சஞ்சு சாம்சன் ஸ்பான்சர் பண்ற ஷோ இன்னைக்கு அப்படின்னு நீங்க வச்சுக்கலாம். என்னோட ஒரு ஃபேவரட்டான பிளேயர், நம்ம ஷோலயே வேற சொல்லிருந்தோம், அவர் பயங்கரமா ஆடணும், 100 அடிக்கணும்னு, 100க்கு கொஞ்சம் ஷாட். பட் வாட் a day, சேட்டா டே அமைஞ்சிருக்கு இன்னைக்கு. இந்த டே பத்தி என்ன நினைக்கிறேன்? മലയാളിയുടെ ദിവസമാടാ, മലയാളി പൊളിയാടാ, മലയാളി പൊളിയാടാ. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ സ്കോർ കാർഡും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. എനിക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ ഓർക്കുമ്പോഴാണ് എന്നാ ഈ പറയുന്ന അഭിഷേക്, അതെനിക്ക് ഉറപ്പായിരുന്നു പുള്ളി അടിച്ച് പോയാൽ പോയി എന്നുള്ള രീതി. അതിന് സഞ്ജു നിന്ന് കളിക്കുകയും ചെയ്തു, ഇഷാനും പെട്ടെന്ന് അങ്ങ് ഔട്ടാവുകയും ചെയ്തു. പിന്നെ കൂടെ നിന്ന് കളിച്ചത് തിലക്, കൊള്ളാം. തിലകിന് പണി അറിയാം, ഇതൊക്കെ നിന്ന് പുള്ളി ഒന്ന് കളിച്ച്. പിന്നെ സൂര്യകുമാർ ആണെങ്കിലും സഞ്ജുവിന് സപ്പോർട്ടായിട്ടുള്ള രീതിയിൽ തന്നെ കളിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ നാളത്തെ കളി, നാളത്തെ മീൻസ് ഇനി ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു കളിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് വരുന്നത്. ബട്ട്ലർ ഫോമിൽ അല്ലെങ്കിൽ പോലും മുംബൈ പിച്ചിലാണ് കളിയെങ്കിൽ മോനെ ബട്ട്ലർ തിരിച്ച് വന്നിരിക്കും. അത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. ഇവിടെ ശരിക്കും തല്ലുകൊള്ളാൻ പോകുന്ന ബൂംറ ആയിരിക്കും. ഇന്നത്തെ പുള്ളിയുടെ ബോളിങ്ങിനോട് എനിക്ക് വലിയ 2 വിക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അശ്വദീപിൻ്റെ പിന്നെയും കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു പുള്ളിയുടെ ബോളിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും ഇന്നത്തെ മാച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ആദ്യത്തെ റിവ്യൂ ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്നൊന്നുമില്ല. ഇന്ത്യ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കളിക്കാരനും കൂടെ ഉണ്ട്, ഒരു അക്സർ പട്ടേൽ. എനിക്ക് പുള്ളി ടീമിലുണ്ടതായിട്ട് അത്ര വലിയ സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല അക്സർ പട്ടേൽ. കാരണം സെമി ഫൈനലിൽ അക്സറിനേക്കാളും ബെറ്റർ സുന്ദർ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. കാരണം സുന്ദർ അത്ര ചില്ലറക്കാരനല്ല, പ്രത്യേകിച്ച് ചെന്നൈ പിച്ച്, മുംബൈ പിച്ച് സുന്ദറിന് നല്ല കഴിവുണ്ട്. അത് വരുന്ന വീഡിയോ നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ചൊക്കെ. അപ്പം ബൈ, ലവ് യു ഓൾ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ മലയാളീസൊക്കെ.